ഓണത്തിരക്കിനോടനുബന്ധിച്ച് ഉത്രാട ദിനത്തിൽ മംഗളൂരുവിൽ നിന്ന് കൊല്ലത്തേക്കും തിരിച്ചും സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിച്ച് സതേൺ റെയിൽവേ. കേരളത്തിൽ 22 സ്റ്റോപ്പുകളുമായാണ് ട്രെയിൻ സർവീസ്. തിരുവോണ ദിനത്തിൽ വീടുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന സർവീസാണിത്. സതേൺ റെയിൽവേ പാലക്കാട് ഡിവിഷനാണ് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മംഗളൂരു കൊല്ലം ജംഗ്ഷൻ സ്പെഷ്യൽ എക്സ്പ്രസ് നാളെ ഉത്രാട ദിനത്തിൽ രാവിലെ 8 മണിക്ക് മംഗളൂരു ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ട് വൈകിട്ട് 6:45 കൊല്ലത്ത് എത്തിച്ചേരും. മടക്കയാത്ര കൊല്ലം ജംഗ്ഷൻ മംഗളൂരു ജംഗ്ഷൻ എക്സ്പ്രസ് കൊല്ലത്ത് നിന്ന് നാളെ രാത്രി 9 മണിക്ക് പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ 9:30 മംഗളൂരുവിൽ എത്തിച്ചേരും. യാത്രാ തിരക്ക് പരിഗണിച്ച് യാത്രക്കാർക്ക് ആശ്വാസമായി ബംഗളൂരു തിരുവനന്തപുരം റൂട്ടിൽ ഒരു ഫെസ്റ്റിവൽ സ്പെഷ്യൽ ട്രെയിൻ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദക്ഷിണ റെയിൽവേ ബംഗളൂരു SMVT തിരുവനന്തപുരം നോർത്ത് ബംഗളൂരു കന്റോൺമെന്റ് എന്നിവിടങ്ങളിലേക്കാണ് പുതിയ സ്പെഷ്യൽ സർവീസുകൾ ലഭ്യമാക്കിയിരിക്കുന്നത്. വെള്ളിയാഴ്ച പാലക്കാട് റെയിൽവേ ഡിവിഷൻ ട്രെയിനുകളുടെ സമയക്രമവും സ്റ്റോപ്പുകളും സംബന്ധിച്ച വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടത്. അതിനിടെ ഓണം കഴിഞ്ഞ് ബംഗളൂരുവിലേക്ക് മടങ്ങുന്ന മലയാളി യാത്രക്കാർക്ക് ആശ്വാസമായി എറണാകുളം SMVT ബംഗളൂരു ഓണം സ്പെഷ്യൽ ട്രെയിൻ ഇന്ന് രാത്രി പുറപ്പെടും. രാത്രി 11:10 എറണാകുളത്ത് നിന്ന് ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:45 ട്രെയിൻ സെറം വിശ്വേശ്വരയ്യ ടെർമിനലിൽ എത്തിച്ചേരും. കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ പ്രധാന സ്റ്റോപ്പുകളിലൂടെയാണ് ഈ സർവീസ് കടന്നുപോകുന്നത്. അടിയന്തരമായി യാത്ര പ്ലാൻ ചെയ്യുന്നവർക്ക് അവസാന നിമിഷവും ടിക്കറ്റ് ലഭിക്കാൻ അവസരമുണ്ട്. അതിനാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിക്കും മുൻപ് ബുക്കിംഗ് വിവരങ്ങൾ ഒന്നുകൂടി ഉറപ്പുവരുത്തേണ്ടതാണ്. ആലുവ, തൃശൂർ, പാലക്കാട് ജംഗ്ഷൻ, പോത്തന്നൂർ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ട്രെയിൻ സ്റ്റോപ്പുണ്ട്. തുടർന്ന് തിരുപ്പൂർ, ഈറോഡ് ജംഗ്ഷൻ, സേലം ജംഗ്ഷൻ, കുപ്പം, ബംഗാർപേട്ട, കൃഷ്ണരാജപുരം വഴി ട്രെയിൻ ബംഗളൂരുവിലേക്ക് കുതിക്കും. കനത്ത മഴ പെയ്യുന്ന സേലം മേഖലയിൽ സർവീസ് വൈകാതിരിക്കാൻ ദക്ഷിണ റെയിൽവേ പ്രത്യേക ബഫർ ടൈം ക്രമീകരിച്ചിട്ടുണ്ട്. മലയോര പാതകളിൽ രാത്രി യാത്രക്കിടെ മഴ കാരണം വേഗത കുറയ്ക്കേണ്ടി വന്നാലും യാത്രക്കാരെ കൃത്യസമയത്ത് സുരക്ഷിതമായ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ ഈ ക്രമീകരണം സഹായിക്കും. ഇതുകൂടാതെ മുംബൈ മലയാളികൾക്ക് ഓണത്തിന് നാട്ടിലെത്താൻ സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിച്ച സെൻട്രൽ റെയിൽവേ മുംബൈ LTTയിൽ നിന്നും തിരുവനന്തപുരത്തേക്കും തിരിച്ചും ഓരോ സർവീസാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിൽ 18 സ്റ്റോപ്പുകളുമായാണ് സ്പെഷ്യൽ ട്രെയിൻ സർവീസ്. ഓണാവധിക്ക് നാട്ടിലേക്ക് വരാനും അവധി കഴിഞ്ഞ് മടങ്ങാനും ഉപകരിക്കുന്ന സർവീസാണ് റെയിൽവേ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ ബംഗളൂരു, ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിൽ നിന്ന് 120ഓളം ഓണം സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചിരുന്നു. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് 3 സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചത് ഇന്നലെയാണ്. ഇതിന് പിന്നാലെയാണ് മുംബൈയിൽ നിന്നും സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിച്ചത്. മുംബൈയിൽ നിന്ന് സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിക്കാൻ വൈകിയതിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് സെൻട്രൽ റെയിൽവേ പുതിയ സർവീസ് പ്രഖ്യാപിച്ചത്. മലയാളി സംഘടനകൾ ട്രെയിൻ ആവശ്യപ്പെടാത്തതുകൊണ്ടാണ് സ്പെഷ്യൽ സർവീസുകൾ വൈകിയതെന്നായിരുന്നു റെയിൽവേ ആദ്യം നൽകിയ വിശദീകരണം. യാത്രക്കാരുടെ പ്രതിഷേധവും ജനപ്രതിനിധികളുടെ ഇടപെടലും വന്നതോടെയാണ് മുംബൈയിൽ നിന്നും കേരളത്തിലേക്ക് ഓണം സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിച്ചത്. അതിനിടെ വേളാങ്കണ്ണി തിരുനാളിനോടനുബന്ധിച്ച് തീർത്ഥാടകരുടെ യാത്രാ തിരക്ക് പരിഗണിച്ച് ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം നോർത്ത് വേളാങ്കണ്ണി റൂട്ടിൽ വീണ്ടും സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വേളാങ്കണ്ണിയിലേക്കും തിരിച്ചുമായിരിക്കും 2 സർവീസുകൾ വീതം നടത്തുക. ഈ സ്പെഷ്യൽ ട്രെയിനുകളുടെ റിസർവേഷൻ കഴിഞ്ഞ ദിവസം രാവിലെ 8 മണി മുതൽ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ എറണാകുളം വേളാങ്കണ്ണി റൂട്ടിലും റെയിൽവേ സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിച്ചിരുന്നു. തിരുവനന്തപുരം നോർത്ത് വേളാങ്കണ്ണി റൂട്ടിൽ ഓഗസ്റ്റ് 29, സെപ്റ്റംബർ 5 എന്നീ ശനിയാഴ്ചകളിലാണ് സർവീസ് ഉണ്ടാകുക. വേളാങ്കണ്ണി തിരുവനന്തപുരം റൂട്ടിൽ ഓഗസ്റ്റ് 30, സെപ്റ്റംബർ 6 എന്നീ ഞായറാഴ്ചകളിലാണ് മടക്ക സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. വേളാങ്കണ്ണിയിൽ നിന്ന് വൈകുന്നേരം 7:30 പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേ ദിവസം രാവിലെ 7:30 തിരുവനന്തപുരം നോർത്ത് സ്റ്റേഷനിൽ എത്തിച്ചേരും. നെയ്യാറ്റിൻകര, കുഴിത്തറ, ഇരണിയൽ, നാഗർകോവിൽ ടൗൺ, വള്ളിയൂർ, നാങ്കുനേരി, തിരുനെൽവേലി, കോവിൽപ്പട്ടി, സാത്തൂർ, വിരുദുനഗർ, മധുര, ദിണ്ടിഗൽ, തിരുച്ചിറപ്പള്ളി, തഞ്ചാവൂർ, തിരുവാരൂർ, നാഗപട്ടണം തുടങ്ങിയ പ്രധാന സ്റ്റേഷനുകളിലെല്ലാം ഈ ട്രെയിന് സ്റ്റോപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 8 വരെയാണ് വേളാങ്കണ്ണി പള്ളിയിലെ തിരുനാൾ ആഘോഷങ്ങൾ നടക്കുന്നത്. ഇതുകൂടാതെ ഓഗസ്റ്റ് 27, സെപ്റ്റംബർ 3, 10 തീയതികളിലും എറണാകുളം ജംഗ്ഷൻ വേളാങ്കണ്ണി റൂട്ടിൽ പ്രത്യേക സർവീസുകൾ ഉണ്ടായിരിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.